നമസ്കാരം. ഭാരതീയ രാഷ്ട്രീയ ചരിത്രത്തിലെ സുവർണ അധ്യായങ്ങളിലൊന്നായി ഇന്നത്തെ ദിവസം അടയാളപ്പെടുത്തുകയാണ്. പതിറ്റാണ്ടുകൾ നീണ്ട കാത്തിരിപ്പിനും കഠിനാധ്വാനത്തിനും ഒടുവിൽ ബീഹാർ എന്ന കരുത്തുറ്റ സംസ്ഥാനത്തിന്റെ ഭരണം BJP നേരിട്ട് ഏറ്റെടുക്കുമ്പോൾ അതൊരു അധികാര കൈമാറ്റം മാത്രമല്ല, ഒരു നാടിന്റെ വികസന സ്വപ്നങ്ങൾക്ക് ലഭിച്ച പുതിയ ഇന്ധനം കൂടിയാണ്. സാമ്രാട്ട് ചൗധരി ബീഹാർ BJP നിയമസഭാ കക്ഷി നേതാവായി തിരഞ്ഞെടുക്കപ്പെട്ടതും സംസ്ഥാനത്തെ ആദ്യ BJP മുഖ്യമന്ത്രിയായി അദ്ദേഹം ചുമതലയേൽക്കുന്നതും ഒരു വലിയ രാഷ്ട്രീയ മുന്നേറ്റത്തിന്റെ തുടക്കമായാണ് കാണപ്പെടുന്നത്. കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ പറഞ്ഞതുപോലെ ഇത് വൈകാരികവും ചരിത്രപരവുമായ ഒരു നിമിഷമാണ്. ജനസംഘത്തിന്റെ കാലം മുതൽ പാർട്ടിയെ വളർത്താൻ വിയർപ്പൊഴുക്കിയ ആയിരക്കണക്കിന് പ്രവർത്തകരുടെ പ്രയത്നത്തിനുള്ള അംഗീകാരമാണിത്. ബീഹാറിലെ ഗ്രാമങ്ങളിൽ നിന്നും നഗരങ്ങളിൽ നിന്നും BJP എന്ന വികാരം ഓരോ വീടുകളിലും എത്തിക്കാൻ ശ്രമിച്ച സാധാരണ പ്രവർത്തകരുടെ ദീർഘകാല അഭിലാഷമാണ് ഇന്ന് സാക്ഷാത്കരിക്കപ്പെട്ടിരിക്കുന്നത്. ദേശീയതയിലും വികസനത്തിലും അടിയുറച്ച ഒരു ഭരണകൂടം തങ്ങളുടെ സംസ്ഥാനത്തും വരണമെന്ന ബീഹാറിലെ ജനങ്ങളുടെ ആഗ്രഹത്തിന് ലഭിച്ച വലിയ വിജയമാണിത്. 2000 നിയമസഭയിലേക്ക് ആദ്യമായി തിരഞ്ഞെടുക്കപ്പെട്ട സാമ്രാട്ട് ചൗധരി ജനങ്ങളുമായി നേരിട്ട് ബന്ധമുള്ള നേതാവാണ്. അദ്ദേഹത്തിന്റെ ഓരോ വളർച്ചയും സാധാരണക്കാരായ ജനങ്ങൾക്ക് ഒപ്പമായിരുന്നു. ബീഹാറിലെ സാമൂഹിക സമവാക്യങ്ങൾ കൃത്യമായി അറിയാവുന്ന യുവാക്കളുടെയും കർഷകരുടെയും ശബ്ദമായൊരു നേതാവ് മുഖ്യമന്ത്രി പദവിയിലേക്ക് എത്തുന്നത് ഭരണകൂടത്തെ ജനങ്ങളിലേക്ക് കൂടുതൽ അടുപ്പിക്കും. ബീഹാറിൽ BJP നടപ്പിലാക്കാൻ പോകുന്ന പുതിയ വികസന നയങ്ങളുടെ മുഖമായി ചൗധരി മാറിക്കഴിഞ്ഞു. ദശകങ്ങളോളം ബീഹാറിനെ നയിച്ച നിതീഷ് കുമാർ അധികാരം BJPക്ക് കൈമാറാൻ കാണിച്ച മനോഭാവം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പക്വതയാണ് സൂചിപ്പിക്കുന്നത്. രാജ്യസഭയിലേക്ക് മാറാനുള്ള അദ്ദേഹത്തിന്റെ തീരുമാനം ബീഹാറിൽ BJPക്ക് പുതിയൊരു മാറ്റം കൊണ്ടുവരാനുള്ള വഴി തുറന്നുകൊടുത്തു. BJP MP രാജീവ് പ്രതാപ് റൂഡി നിരീക്ഷിച്ചതുപോലെ ഒരു പുതിയ ചരിത്ര അധ്യായത്തിനാണ് ബീഹാർ തുടക്കമിടുന്നത്. ഈ മാറ്റം ബീഹാറിന്റെ സാമ്പത്തികവും സാമൂഹികമായ ഉന്നതിക്ക് കാരണമാകുമെന്നതിൽ തർക്കമില്ല. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന വികസിത് ഭാരത് എന്ന ദൗത്യത്തിന് ബീഹാറിൽ ഇനി വേഗത കൂടും. ഡബിൾ എഞ്ചിൻ സർക്കാരിന്റെ ഗുണഫലങ്ങൾ ഇനി ബീഹാറിലെ ഓരോ പൗരനിലേക്ക് നേരിട്ടെത്തും. റോഡുകൾ, പാലങ്ങൾ, റെയിൽവേ ശൃംഖലകൾ എന്നിവയുടെ നിർമ്മാണത്തിൽ വലിയ കുതിച്ചുചാട്ടം പ്രതീക്ഷിക്കാം. യുവജനങ്ങൾക്ക് തൊഴിൽ നൽകുന്നതിനായി കൂടുതൽ വ്യവസായശാലകൾ സംസ്ഥാനത്തേക്ക് എത്തും. സുതാര്യവും ഭയരഹിതവുമായ ഒരു ഭരണ സംവിധാനം ഉറപ്പാക്കാൻ BJPക്ക് സാധിക്കും. അംബേദ്കർ ജയന്തി ദിനത്തിൽ തന്നെ ഇത്തരമൊരു ചരിത്രപരമായ മാറ്റം സംഭവിച്ചത് ഏറെ ശ്രദ്ധേയമാണ്. പാവപ്പെട്ടവരുടെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും ഉന്നമനമാണ് BJPയുടെ ലക്ഷ്യമെന്ന് ഒരിക്കൽ കൂടി തെളിയിക്കപ്പെട്ടിരിക്കുന്നു. ജാതി രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവരെയും ഉൾക്കൊള്ളുന്ന സബ്കാ സാത്ത് സബ്കാ വികാസ് എന്ന മുദ്രാവാക്യമാണ് ബീഹാറിൽ ഇനി മുഴങ്ങുക. ബീഹാറിൽ BJP ഭരണത്തിന് തുടക്കം കുറിക്കുമ്പോൾ അതൊരു പുതിയ പ്രതീക്ഷയാണ്. സംസ്ഥാനത്തെ 14 കോടി ജനങ്ങളുടെ ആദരവും അന്തസ്സും വീണ്ടെടുക്കാനും ഉത്തരേന്ത്യയിലെ വികസനത്തിന്റെ കേന്ദ്രമായി ബീഹാറിനെ മാറ്റാനും ഈ പുതിയ ഭരണകൂടത്തിന് സാധിക്കുമെന്ന് നിസ്സംശയം പറയാം. ഭാരതത്തിന്റെ വികസന യാത്രയിൽ ബീഹാറും ഇനി മുൻനിരയിലുണ്ടാകും. ബീഹാറിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ BJP സ്വന്തം വ്യക്തിമുദ്ര പതിപ്പിക്കുമ്പോൾ അത് കേവലം ഒരു അധികാര മാറ്റത്തിനപ്പുറം ജനങ്ങൾ അർപ്പിച്ച വലിയൊരു വിശ്വാസത്തിന്റെ പ്രതിഫലനമാണ്. നരേന്ദ്രമോദി സർക്കാരിന്റെ സബ്കാ സാത്ത് സബ്കാ വികാസ് എന്ന വികസന മന്ത്രം ബീഹാറിലെ ഗ്രാമങ്ങളിൽ വൻ മാറ്റങ്ങൾക്ക് തുടക്കമിടുമെന്നത് ഉറപ്പാണ്. അഴിമതിരഹിതമായ ഭരണവും ക്രമസമാധാന പാലനത്തിലെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളും ബീഹാറിലെ സാധാരണക്കാർക്ക് സുരക്ഷിതത്വ ബോധം നൽകുന്നു. ജാതിമത രാഷ്ട്രീയത്തിന്റെ പഴയ വേലിക്കെട്ടുകൾ തകർത്ത് വികസനത്തിന്റെയും ദേശീയതയുടെയും പാതയിൽ ബീഹാറിനെ മുൻനിര സംസ്ഥാനമാക്കി മാറ്റുക എന്ന BJPയുടെ ലക്ഷ്യം സാമ്രാട്ട് ചൗധരിയുടെ നേതൃത്വത്തിൽ യാഥാർത്ഥ്യമാകാൻ പോവുകയാണ്. ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ ബീഹാർ ഒരു സുവർണ യുഗത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അവിടെ വികസനത്തിന്റെ പുതിയ സമവാക്യങ്ങളാണ് എഴുതപ്പെടുന്നത്. നരേന്ദ്രമോദി എന്ന കരുത്തനായ നേതാവിന്റെ ദീർഘവീക്ഷണവും BJPയുടെ താഴെത്തട്ടിലുള്ള സംഘടനാ ശക്തിയും ഒത്തുചേരുമ്പോൾ ബീഹാർ ഇനി ഇന്ത്യയുടെ വികസന മാതൃകയായി മാറും. കഴിഞ്ഞ കാലങ്ങളിൽ വികസന ഭാരതീയ രാഷ്ട്രീയ ചരിത്രത്തിലെ സുവർണ അധ്യായങ്ങളിലൊന്നായി ഇന്നത്തെ ദിവസം അടയാളപ്പെടുത്തുകയാണ്. പതിറ്റാണ്ടുകൾ നീണ്ട കാത്തിരിപ്പിനും കഠിനാധ്വാനത്തിനും ഒടുവിൽ ബീഹാർ എന്ന കരുത്തുറ്റ സംസ്ഥാനത്തിന്റെ ഭരണം BJP നേരിട്ട് ഏറ്റെടുക്കുമ്പോൾ അതൊരു അധികാര കൈമാറ്റം മാത്രമല്ല, ഒരു നാടിന്റെ വികസന സ്വപ്നങ്ങൾക്ക് ലഭിച്ച ഒരു പുതിയ ഇന്ധനം കൂടിയാണ്. സാമ്രാട്ട് ചൗധരി ബീഹാർ BJP നിയമസഭാ കക്ഷി നേതാവായി തിരഞ്ഞെടുക്കപ്പെട്ടതും സംസ്ഥാനത്തെ ആദ്യ BJP മുഖ്യമന്ത്രിയായി അദ്ദേഹം ചുമതലയേൽക്കുന്നതും ഒരു വലിയ രാഷ്ട്രീയ മാറ്റത്തിന്റെ തുടക്കമാണ്. 2000 നിയമസഭയിലേക്ക് ആദ്യമായി തിരഞ്ഞെടുക്കപ്പെട്ട സാമ്രാട്ട് ചൗധരി ജനങ്ങളുമായി നേരിട്ട് ബന്ധമുള്ള നേതാവാണ്. അദ്ദേഹത്തിന്റെ ഓരോ വളർച്ചയും സാധാരണക്കാരായ ജനങ്ങൾക്ക് ഒപ്പമായിരുന്നു. ബീഹാറിലെ സാമൂഹിക സമവാക്യങ്ങൾ കൃത്യമായി അറിയുന്ന യുവാക്കളെയും കർഷകരുടെയും ശബ്ദമായൊരു നേതാവ് മുഖ്യമന്ത്രി പദവിയിലേക്ക് എത്തുന്നത് ഭരണകൂടത്തെ ജനങ്ങളിലേക്ക് കൂടുതൽ അടുപ്പിക്കും. ബീഹാറിൽ BJP നടപ്പിലാക്കാൻ പോകുന്ന പുതിയ വികസന നയങ്ങളുടെ മുഖമായി ചൗധരി മാറിക്കഴിഞ്ഞു. റോഡുകൾ, പാലങ്ങൾ, റെയിൽവേ ശൃംഖലകൾ എന്നിവയുടെ നിർമ്മാണത്തിൽ വലിയ കുതിച്ചുചാട്ടം പ്രതീക്ഷിക്കാം. യുവജനങ്ങൾക്ക് തൊഴിൽ നൽകുന്നതിനായി കൂടുതൽ വ്യവസായ ശാലകൾ സംസ്ഥാനത്തേക്ക് എത്തും. സുതാര്യവും ഭയരഹിതവുമായ ഒരു ഭരണ സംവിധാനം ഉറപ്പാക്കാൻ BJPക്ക് സാധിക്കും. അംബേദ്കർ ജയന്തി ദിനത്തിൽ തന്നെ ഇത്തരം ഒരു ചരിത്രപരമായ മാറ്റം സംഭവിച്ചത് ഏറെ ശ്രദ്ധേയമാണ്. പാവപ്പെട്ടവരുടെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും ഉന്നമനമാണ് BJPയുടെ ലക്ഷ്യമെന്ന് ഒരിക്കൽ കൂടി തെളിയിക്കപ്പെട്ടിരിക്കുന്നു. ജാതി രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവരും ഉൾക്കൊള്ളുന്ന സബ്കാ സാത്ത് സബ്കാ വികാസ് എന്ന മുദ്രാവാക്യമാണ് ബീഹാറിൽ
ഇനി മുഴങ്ങുക. ബീഹാറിൽ BJP ഭരണത്തിന് തുടക്കം കുറിക്കുമ്പോൾ അത്തരമൊരു പുതിയ പ്രതീക്ഷയാണ് സംസ്ഥാനത്തെ 14 കോടി ജനങ്ങളുടെ മനസ്സിലും ഉണ്ടാകുക. ജനങ്ങളുടെ ആദരവും അന്തസ്സും വീണ്ടെടുക്കാനുള്ള ഉത്തരേന്ത്യയിലെ വികസനത്തിന്റെ കേന്ദ്രമായി ബീഹാറിനെ മാറ്റാനും ഈ പുതിയ ഭരണകൂടത്തിന് സാധിക്കുമെന്ന് നിസ്സംശയം പറയാം. ഭാരതത്തിന്റെ വികസന യാത്രയിൽ ബീഹാറും ഇനി മുൻനിരയിലുണ്ടാകും. ബീഹാറിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ BJP സ്വന്തം വ്യക്തിമുദ്ര പതിപ്പിക്കുമ്പോൾ അത് കേവലം ഒരു അധികാര മാറ്റത്തിനപ്പുറം ജനങ്ങൾ അർപ്പിച്ച വലിയൊരു വിശ്വാസത്തിന്റെ പ്രതിഫലനമാണ്. നരേന്ദ്രമോദി സർക്കാരിന്റെ സബ്കാ സാത്ത് സബ്കാ വികാസ് എന്ന വികസന മന്ത്രം ബീഹാറിലെ ഗ്രാമങ്ങളിൽ വൻ മാറ്റങ്ങൾക്ക് തുടക്കമിടുമെന്നത് ഉറപ്പാണ്. അഴിമതിരഹിതമായ ഭരണവും ക്രമസമാധാന പാലനത്തിലെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളും ബീഹാറിലെ സാധാരണക്കാർക്ക് സുരക്ഷിത ബോധം നൽകുന്നു. ജാതിമത രാഷ്ട്രീയത്തിന്റെ പഴയ വേലിക്കെട്ടുകൾ തകർത്ത് വികസനത്തിന്റെയും ദേശീയതയുടെയും പാതയിൽ ബീഹാറിനെ മുൻനിര സംസ്ഥാനമാക്കി മാറ്റുക എന്ന BJPയുടെ ലക്ഷ്യം സാമ്രാജ് ചൗധരിയുടെ നേതൃത്വത്തിൽ യാഥാർത്ഥ്യമാകാൻ പോവുകയാണ്. ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ ബീഹാർ ഒരു സുവർണ്ണ യുഗത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അവിടെ വികസനത്തിന്റെ പുതിയ സമവാക്യങ്ങളാണ് എഴുതപ്പെടുന്നത്. നരേന്ദ്രമോദി എന്ന കരുത്തനായ നേതാവിന്റെ ദീർഘവീക്ഷണവും BJPയുടെ താഴെത്തട്ടിലുള്ള സംഘടനാ ശക്തിയും ഒത്തുചേരുമ്പോൾ ബീഹാർ ഇനി ഇന്ത്യയുടെ വികസന മാതൃകയായി മാറും. കഴിഞ്ഞ കാലങ്ങളിൽ വികസന മുരടിപ്പിനും അസ്ഥിരതയ്ക്കും പേരുകേട്ട ഒരു സംസ്ഥാനത്തെ ദേശീയതയുടെയും ആധുനികതയുടെയും പാതയിലേക്ക് കൈപിടിച്ചുയർത്തുക എന്ന ഭാരിച്ച ഉത്തരവാദിത്തമാണ് സാമ്രാജ് ചൗധരിയിലൂടെ BJP ഏറ്റെടുക്കുന്നത്. കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന ഓരോ ജനക്ഷേമ പദ്ധതിയും, അത് കിസാൻ സമ്മാൻ നിധി ആകട്ടെ, ആയുഷ്മാൻ ഭാരത് ആകട്ടെ, അതിന്റെ പൂർണ്ണമായ ഗുണഫലം ബീഹാറിലെ സാധാരണക്കാരിലേക്ക് എത്തിക്കാൻ ഇനി ഡബിൾ എഞ്ചിൻ സർക്കാരിന് സാധിക്കും. ജാതി രാഷ്ട്രീയത്തിന്റെ പേരിൽ ജനങ്ങളെ ഭിന്നിപ്പിച്ച് ഭരണം നടത്തിയവർക്ക് നൽകിയ ശക്തമായ മറുപടിയാണ് ഈ മാറ്റം. അഴിമതിക്കും സ്വജന പക്ഷപാതത്തിനുമെതിരെ BJP ഉയർത്തുന്ന വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് ബീഹാറിലെ യുവതലമുറയ്ക്ക് പുതിയ പ്രതീക്ഷകൾ നൽകുന്നു. ഉത്തർപ്രദേശിലും മറ്റ് BJP ഭരണ സംസ്ഥാനങ്ങളിലും കണ്ടതുപോലെ ഗുണ്ടാരാജിനെ അടിച്ചമർത്താനും ക്രമസമാധാനം ഉറപ്പിക്കാനും BJPയുടെ ഈ നേരിട്ടുള്ള ഭരണം വഴിയൊരുക്കും. വ്യവസായങ്ങൾ കടന്നുവരാൻ ഭയപ്പെട്ടിരുന്ന ഒരിടത്തേക്ക് നിക്ഷേപകരെ ആകർഷിക്കാനും ബീഹാറിലെ യുവാക്കൾക്ക് സ്വന്തം നാട്ടിൽ തന്നെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും BJPയുടെ ഭരണ നയങ്ങൾ സഹായിക്കും. സംസ്ഥാനത്തിന്റെ പാരമ്പര്യത്തെയും സാംസ്കാരിക മൂല്യങ്ങളെയും മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ ശാസ്ത്ര സാങ്കേതിക മേഖലകളിൽ ബീഹാറിനെ മുൻനിരയിലെത്തിക്കാനുള്ള പദ്ധതികളാണ് പാർട്ടിയുടെ അജണ്ടയിലുള്ളത്. കൃഷി മുതൽ ബഹിരാകാശ ഗവേഷണം വരെ നീളുന്ന ഭാരതത്തിന്റെ വളർച്ചാഗാഥയിൽ ബീഹാറിന് അർഹമായ സ്ഥാനം ഇനി ലഭിക്കും. ആത്മനിർഭർ ഭാരത് എന്ന ലക്ഷ്യത്തിലേക്ക് ബീഹാറിനെ നയിക്കാൻ BJPക്ക് മാത്രമേ സാധിക്കൂ എന്ന് സാധാരണക്കാരായ ജനങ്ങൾ വിശ്വസിക്കുന്നു. ഈ വിശ്വാസമാണ് സാമ്രാജ് ചൗധരിയിലൂടെയും BJPയിലൂടെയും ഇന്ന് ബീഹാറിൽ പൂവണിയുന്നത്. വരും തലമുറകൾ ബീഹാറിനെ ഒരു പിന്നോക്ക സംസ്ഥാനമായല്ല, ഇന്ത്യയുടെ ഉന്നതിയുടെ നട്ടെല്ലായിട്ടായിരിക്കും കാണുക. ബീഹാറിലെ ഓരോ പൗരന്റെയും ജീവിത നിലവാരം ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെയുള്ള BJPയുടെ ഈ കുതിപ്പ് ഭാരതീയ രാഷ്ട്രീയത്തിലെ തന്നെ ഏറ്റവും നിർണായകമായ ഒരു അധ്യായമാണ്. വികസനത്തിന്റെ ഈ മഹാപ്രവാഹത്തിൽ ബീഹാർ ഇനി തളരില്ല, തകരില്ല. ഭാരതത്തിന്റെ യശസ് ലോകമെങ്ങും ഉയർത്താൻ BJPക്ക് കീഴിൽ ഈ മണ്ണ് സജ്ജമായി കഴിഞ്ഞു. ബീഹാറിന്റെ രാഷ്ട്രീയ മണ്ണിൽ ഇനി മുഴങ്ങുന്നത് മാറ്റത്തിന്റെ ശങ്കുലിയാണ്. ഭാരതീയ ജനതാ പാർട്ടി നേരിട്ട് ഭരണത്തിന്റെ കടിഞ്ഞാൺ ഏറ്റെടുക്കുമ്പോൾ അതൊരു മുഖ്യമന്ത്രിയുടെ മാറ്റമല്ല, ദശാബ്ദങ്ങളായി ബീഹാറിൽ ജനത അനുഭവിച്ചുകൊണ്ടിരുന്ന അസ്ഥിരതയ്ക്കും പിന്നോക്കാവസ്ഥയ്ക്കും എതിരെയുള്ള ശക്തമായ പ്രഹരമാണ്. നരേന്ദ്രമോദി എന്ന ലോക നേതാവിന്റെ വികസന ദർശനങ്ങൾ ബീഹാറിലെ ഓരോ പൗരന്റെയും ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് ഉറച്ച വിശ്വാസമാണെന്ന് സാക്ഷാത്കരിക്കപ്പെടുന്നത്. വികസിത ഭാരത് എന്ന മഹത്തായ ലക്ഷ്യത്തിലേക്ക് ഭാരതം കുതിക്കുമ്പോൾ രാജ്യത്തെ ഏറ്റവും വലിയ ജനവിഭാഗമുള്ള ബീഹാർ ഇനി അതിന്റെ ചാലക ശക്തിയായി മാറും. BJPയുടെ നേരിട്ടുള്ള ഭരണം ബീഹാറിനെ ഉത്തരേന്ത്യയിലെ വികസനത്തിന്റെ പവർ ഹൗസാക്കി മാറ്റുമെന്നതിൽ യാതൊരു സംശയവുമില്ല. ബീഹാറിലെ പഴയകാല രാഷ്ട്രീയ ശൈലികളിൽ നിന്ന് വ്യത്യസ്തമായി പ്രീണനമില്ലാത്ത, അഴിമതിയില്ലാത്ത വികസനത്തിന് മാത്രം മുൻതൂക്കം നൽകുന്ന ഒരു ഭരണക്രമമാണ് BJP വിഭാവനം ചെയ്യുന്നത്. കുടുംബവാഴ്ചയുടെയും അഴിമതിയുടെയും രാഷ്ട്രീയത്തെ തകർത്തെറിഞ്ഞ് സാധാരണക്കാരന്റെയും കർഷകന്റെയും യുവതലമുറയുടെയും ശബ്ദമായി BJP മാറിയിരിക്കുന്നു. സാമ്രാജ് ചൗധരിയെ പോലെ താഴെത്തട്ടിൽ നിന്ന് വളർന്നു വന്ന ഒരു നേതാവ് ബീഹാറിന്റെ അമരത്തെത്തുമ്പോൾ അത് സാധാരണക്കാരായ ഓരോ BJP പ്രവർത്തകന്റെയും വിജയമാണ്. ജാതി രാഷ്ട്രീയത്തിന്റെ പേരിൽ ജനങ്ങളെ തമ്മിലടുപ്പിച്ച് അധികാരം നിലനിർത്തിയവർക്ക് ബീഹാർ ജനത നൽകിയ ശക്തമായ തിരിച്ചടിയാണിത്. ഇനി ബീഹാറിൽ മുഴങ്ങുക വികസനത്തിന്റെ രാഷ്ട്രീയമാണ്, വിഭജനത്തിന്റെ രാഷ്ട്രീയമല്ല. ക്രമസമാധാന പാലനത്തിൽ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ കാണിക്കുന്ന വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് ബീഹാറിൽ നടപ്പിലാകാൻ പോവുകയാണ്. ഗുണ്ടാരാജിനും ക്രിമിനൽ രാഷ്ട്രീയത്തിനും ഇനി ഈ മണ്ണിൽ സ്ഥാനമുണ്ടാകില്ല. സ്ത്രീ സുരക്ഷയ്ക്കും സാധാരണക്കാരന്റെ സ്വൈര്യ ജീവിതത്തിനും മുൻഗണന നൽകുന്ന ഒരു ഭരണ സംവിധാനം ബീഹാർ BJPയുടെ കീഴിൽ യാഥാർത്ഥ്യമാകും. വ്യവസായങ്ങൾ കടന്നുവരാൻ ഭയപ്പെട്ടിരുന്ന ഒരിടത്തേക്ക് ലോകോത്തര കമ്പനികളെ ആകർഷിക്കാനും ബീഹാറിലെ ലക്ഷക്കണക്കിന് യുവാക്കൾക്ക് സ്വന്തം നാട്ടിൽ തന്നെ അന്തസ്സുള്ള തൊഴിൽ നൽകാനും BJPയുടെ ഡബിൾ എഞ്ചിൻ സർക്കാരിന് സാധിക്കും. വിദ്യാഭ്യാസ മേഖലയിലും ആരോഗ്യ മേഖലയിലും വിപ്ലവകരമായ മാറ്റങ്ങളാണ് വരാനിരിക്കുന്നത്. ബീഹാറിലെ ഓരോ ഗ്രാമത്തിലും ഡിജിറ്റൽ വിപ്ലവവും അടിസ്ഥാന സൗകര്യവും വികസനവും എത്തിക്കുക എന്നതാണ് BJPയുടെ ലക്ഷ്യം. സാംസ്കാരികമായും പാരമ്പര്യമായും ഏറെ സമ്പന്നമായ ബീഹാറിന്റെ യശസ് വീണ്ടെടുക്കുക എന്നത് BJPയുടെ രാഷ്ട്രീയ ദൗത്യമാണ്. പുരാതനമായ നളന്ദയുടെയും വൈശാലിയുടെയും പാരമ്പര്യം കാത്തുസൂക്ഷിച്ചുകൊണ്ട് തന്നെ ബീഹാറിനെ ആധുനിക സാങ്കേതിക വിദ്യയുടെ കേന്ദ്രമാക്കി മാറ്റാൻ BJP പ്രതിജ്ഞാബദ്ധമാണ്.
ദേശീയത എന്ന വികാരം ഓരോ ബീഹാറിയുടെ ഉള്ളിൽ ഊട്ടിയുറപ്പിക്കാനും രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്കും വികസനത്തിനും വേണ്ടി അവരെ അണിനിരത്താനും BJPക്ക് സാധിച്ചു. ഈ അധികാരമാറ്റം ബീഹാറിലെ ജനങ്ങൾക്ക് നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല. തങ്ങൾ ഇനി ഒറ്റയ്ക്കല്ലെന്നും കേന്ദ്രത്തിലെ ശക്തമായ ഭരണകൂടം തങ്ങൾക്കൊപ്പമുണ്ട് എന്നുമുള്ള ബോധം ബീഹാറിലെ സാധാരണക്കാരെ പുതിയ ഉയരത്തിലേക്ക് നയിക്കും. ഭാരതത്തെ ലോകത്തിന്റെ നെറുകയിലെത്തിക്കാനുള്ള പോരാട്ടത്തിൽ ബീഹാർ ഇനി BJPക്കൊപ്പം മുൻനിരയിലുമുണ്ടാകും. ഇത് ബീഹാറിന്റെ പുനർജന്മമാണ്. വികസനത്തിലേക്കും സമൃദ്ധിയിലേക്കും സ്വാഭിമാനത്തിലേക്കുമുള്ള ബീഹാറിന്റെ ജൈത്രയാത്ര ഇവിടെ തുടങ്ങുന്നു. ബീഹാറിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഈ നിമിഷം ഒരു പുതിയ ഉദയമായി രേഖപ്പെടുത്തുകയാണ്. വെല്ലുവിളികളെ അതിജീവിച്ച് വികസനത്തിന്റെയും ദേശീയതയുടെയും പാതയിൽ ബീഹാർ ഭാരതീയ ജനതാ പാർട്ടിയെ നെഞ്ചിലേറ്റിക്കഴിഞ്ഞു. സാമ്രാജ് ചൗധരിയുടെ കേന്ദ്ര സർക്കാരിന്റെ കരുത്തുറ്റ പിന്തുണയും സംസ്ഥാനത്തെ ഊർജ്ജസ്വലമായ നേതൃത്വവും ഒത്തുചേരുമ്പോൾ ബീഹാർ ഇനി പിന്നോക്കാവസ്ഥയുടെ പേരിൽ അറിയപ്പെടില്ല. പകരം ഇന്ത്യയുടെ വികസന കുതിപ്പിന്റെ നട്ടെല്ലായി ഈ സംസ്ഥാനം മാറും. അഴിമതിക്കും ഗുണ്ടാരാജിനും അന്ത്യം കുറിച്ചുകൊണ്ട് സുതാര്യവും ജനകീയവുമായ ഒരു ഭരണ സംവിധാനത്തിലൂടെ ബീഹാറിനെ ഭാരതത്തിലെ 1-ാം നമ്പർ സംസ്ഥാനമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തിലേക്കാണ് BJP ചുവടുവയ്ക്കുന്നത്. വരും തലമുറകൾക്ക് അഭിമാനത്തോടെ പറയാൻ കഴിയുന്ന ഒരു വികസിത ബീഹാർ കെട്ടിപ്പടുക്കണമെന്ന ഉറച്ച പ്രഖ്യാപനത്തോടെ ഭാരതമാതാവിന്റെ കീർത്തി ലോകമെങ്ങും എത്തിക്കാനുള്ള BJPയുടെ ഈ ജൈത്രയാത്ര തുടരുകയാണ്. ബീഹാറിന്റെ മണ്ണിൽ വിരിഞ്ഞ ഈ താമര വികസനത്തിന്റെ സുഗന്ധം ഓരോ സാധാരണക്കാരന്റെ വീട്ടുമുറ്റത്ത് എത്തിക്കുമെന്നത് ഉറപ്പാണ്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി ദേശീയതയുടെയും സമാജത്തിൻ്റെയും ശാക്തീകരണത്തിനു വേണ്ടി തത്വമയിയുടെ ജൈത്രയാത്ര തുടരുകയാണ്. യൂട്യൂബിൽ മാത്രം തത്വമയിക്ക് 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഏതാനും ചുവടുകൾ മാത്രമാണ് ബാക്കി. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും തത്വമയിയുടെ നിറസാന്നിധ്യം തുടരുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഞങ്ങളുടെ വരിക്കാരാകുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തത്വമയിയുടെ ഈ സന്ദേശം പ്രചരിപ്പിക്കുക. ഞങ്ങളോടൊപ്പം നിൽക്കൂ, രാഷ്ട്രത്തോടൊപ്പം നിൽക്കൂ, ദേശീയതയ്ക്കൊപ്പം സഞ്ചരിക്കൂ.